വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം സംഖ്യാപുസ്തകം 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാകുന്നു. കുറിവാക്യം പുറപ്പാട് പുസ്തകം 35 അധ്യായം 34 വാക്യം. ഒഹോലിയാബിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിപ്പാൻ അവൻ തോന്നിച്ചിരിക്കുന്നു. സമാഗമന കൂടാരത്തിൻ്റെ കൗശലപ്പണി ചെയ്യുന്നതിന് ദൈവ ആത്മാവിൽ പ്രേരിതനായ ബസലേലിനെ സഹായിച്ച വ്യക്തിയായിരുന്നു ഒഹോലിയാബ്. ഒഹോലിയാബ് എന്ന പേരിൻ്റെ അർത്ഥം പിതാവിൻ്റെ കൂടാരം എന്നാകുന്നു. ദാൻ ഗോത്രത്തിലെ അഹീസാമാക്കിൻ്റെ മകനാണ് ഒഹോലിയാബ്. യാക്കോബിൻ്റെ 5ാമത്തെ പുത്രനാണ് ദാൻ. ഗോത്രപിതാവുമായിരുന്നു ദാൻ. റാഹേലിൻ്റെ ദാസിയായ ബിൽഹ യാക്കോബിന് പ്രസവിച്ച മകനാണ് ദാൻ. ദാൻ എന്നതിന് ദൈവം എനിക്ക് ന്യായം നടത്തി എന്ന് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 17 വാക്യത്തിൽ കാണുന്നുണ്ട്. ശക്തിയുടെ പ്രതീകമായ ശിംശോനും ദാൻ ഗോത്രക്കാരനായിരുന്നു. അങ്ങനെയെങ്കിൽ ദാൻ ഗോത്രത്തിലെ അനുഗ്രഹീതനായിരുന്നു ഒഹോലിയാബും എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് നമുക്ക് ഒഹോലിയാബ് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ശ്രേഷ്ഠനായി തീർന്നത് എന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ഒരു സഹായിയായിരുന്നു ഒഹോലിയാബ്. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയ ബസലേലിൻ്റെ കൂടെ പ്രവർത്തിച്ച അഥവാ സഹായിയായിരുന്ന വ്യക്തിയാണ് ഒഹോലിയാബ്. പുറപ്പാട് പുസ്തകം 38 അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബസലേൽ മോശയോട് യഹോവ കൽപ്പിച്ചതൊക്കെയും ഉണ്ടാക്കി. അവനോട് കൂടെ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായി കൊത്തുപണിക്കാരനും കൗശലപ്പണിക്കാരനും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ ഇങ്ങനെ ചിത്രപ്പണി ചെയ്യുന്നവനുമായ ഒഹോലിയാബും ഉണ്ടായിരുന്നു. ഇദ്ദേഹവും കൊത്തുപണിക്കാരനും കരകൗശല വിദഗ്ധനും ചിത്രത്തയ്യൽ പണി ചെയ്യുന്നവനും ആയിരുന്നു. പകരക്കാരനായോ സഹായിയായോ നിൽക്കുവാൻ യാതൊരു സങ്കോചവുമില്ലാത്ത വ്യക്തിയായിരുന്നു ഒഹോലിയാബ്. ഇന്ന് കഴിവുകൾ കൂടുന്നതിനനുസരിച്ച് ഒറ്റയാന്മാരായി ഒറ്റയാൾ പട്ടാളമായി മാറുന്നവരുമുണ്ട്. ഞാൻ മാത്രമാണ് എല്ലാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു ഉത്തമ മാതൃകയാണ് ഒഹോലിയാബ്. ഇത്രയധികം കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും ബസലേലിന് ശേഷമാണ് തൻ്റെ പേര് പലപ്പോഴും ഉച്ചരിക്കുന്നത്. സഹായിയാകേണ്ട ഇടങ്ങളിൽ അങ്ങനെ, രണ്ടാമനാകേണ്ട ഇടത്ത് രണ്ടാമൻ. പ്രിയമുള്ളവരെ, അധികാരമോ പദവിയോ അല്ല, മറിച്ച് ദൈവം എനിക്ക് നൽകിയ അവസരങ്ങൾ ഞാൻ എങ്ങനെ ഉപയോഗിച്ചു എന്നതാണ് ദൈവം നോക്കുന്നത്. രണ്ടാമതായിട്ട് മറ്റുള്ളവർക്ക് വിദ്യ പകർന്നു നൽകുന്നു. പുറപ്പാട് പുസ്തകം 35 അധ്യായം 34, 35 വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒഹോലിയാബിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിപ്പാൻ അവൻ തോന്നിച്ചിരുന്നു. തനിക്കറിയാവുന്ന എല്ലാ വിദ്യകളും മറ്റുള്ളവരെയും പഠിപ്പിക്കുവാനായിട്ട് ഉള്ള നല്ല മനസ്സിന് ഉടമയായിരുന്നു ഒഹോലിയാബ് എന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. തൻ്റെ കഴിവുകളും അറിവുകളും മറ്റുള്ളവരിലേക്ക് പകരുവാനുള്ള നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു ഒഹോലിയാബ്. അറിവ് എന്ന് പറയുന്നത് ഒരു കലയാണ്. അത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നത് മറ്റൊരു കലയാണ്. അങ്ങനെയെങ്കിൽ ഒഹോലിയാബ് ഒരു നല്ല അധ്യാപകനായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ ദൈവം നൽകിയ അറിവുകളും കഴിവുകളും സമാഗമന കൂടാരത്തിൻ്റെ കരകൗശല പണികൾ ചെയ്യുന്നതിന് ഒഹോലിയാബ് ഉപയോഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിൽ ദൈവം നൽകുന്ന കഴിവുകൾ അത് പൊതു നന്മയ്ക്കായി ഉപയോഗിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സഹായിയോ പകരക്കാരനോ ആകേണ്ട ഇടങ്ങളിൽ അഭിമാനത്തോടെ നിൽക്കുവാനും എൻ്റെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ.